ഹായ് ഫ്രണ്ട്സ്, ഞാൻ ബിനേഷ് മോനികര. നമ്മളിന്ന് തൃശ്ശൂർ പട്ടാളത്തു നിന്നാണ് ഈ ഹെഡ്ലൈറ്റ് മേടിച്ചത്. ഹെഡ്ലൈറ്റ് മേടിച്ചതിൻ്റെ റൂം നമ്പർ 34 നമ്മുടെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് രണ്ടും ഡാമേജ്ഡാണ് കണ്ടോ. അപ്പോൾ അത് മാറ്റാൻ വിചാരിച്ചിട്ടാണ് ഞാൻ മേടിച്ചത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ നമ്മുടെ കണ്ണിൽ ചിമ്മുന്ന പെട്ട ഹെഡ്ലൈറ്റ് കിട്ടി. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു ഹെഡ്ലൈറ്റ് എനിക്ക് 800 രൂപ ചിലവ് വന്നു കേട്ടോ. ഞാൻ 2 മേടിച്ചു. 1000 പറഞ്ഞു. ഞാനത് 1500 മേടിച്ചു. പക്ഷേ നല്ല ക്വാളിറ്റിയുള്ള കാരണം ഞാനത് അധികം പൈസ ഒന്നുമില്ല. പൈസ കുറവിന് കിട്ടും. നമുക്ക് ഹെഡ്ലൈറ്റ് മാറ്റാം. സാധാരണ എല്ലാവർക്കും ധാരണയുണ്ട്, വർക്ക്ഷോപ്പ് പണിക്കാർക്കാണ് അല്ലെങ്കിൽ ഇലക്ട്രീഷ്യന്മാർക്കാണ് ഈ ഹെഡ്ലൈറ്റ് സാധനങ്ങളൊക്കെ മാറ്റാൻ പറ്റുള്ളൂ എന്ന് ധാരണയുണ്ട്. പക്ഷെ തെറ്റാണ്. കാരണം ഇത് ആർക്കും വേണ്ടി മാറ്റാം. ഒരു സ്പാനർ, അതിൻ്റെ ഒരു സ്പാനർ മാത്രം മതി. അതിപ്പോൾ സ്പാനർ മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റ് അടിച്ചെടുക്കാം. പിന്നെ വയറുകളൊക്കെ ആ ഹെഡ്ലൈറ്റ് പഴയ ഹെഡ്ലൈറ്റിൻ്റെ സെയിം പോലെ കണക്ട് ചെയ്താൽ മതി. വേറെ ഒന്നും ചെയ്യാക്കണ്ട. ഓക്കെ, അപ്പോൾ നമുക്ക് എത്ര പൈസ ലാഭം എന്നറിയുമോ? വളരെ സിമ്പിളായി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സോക്കറ്റുകളാണ് അതിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു ഹെഡ്ലൈറ്റ് നിങ്ങൾക്ക് ഒരു ഹെഡ്ലൈറ്റ് മാറണമെങ്കിലോ 2 ഹെഡ്ലൈറ്റ് മാറണമെങ്കിലോ നമുക്ക് വർക്ക്ഷോപ്പിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ അവരെ ടൈം കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്കിതൊക്കെ വളരെ സിമ്പിളായിട്ട് തന്നെ മാറ്റാം. നമുക്ക് തന്നെ മാറ്റാവുന്ന കാര്യങ്ങളുള്ളൂ. ഞാൻ നല്ല കൂട്ടുകാരനെ മാറ്റി കൊടുത്തു. ഇപ്പോൾ എൻ്റെ വണ്ടി ഇന്ത്യക്ക് കാറാണ്. അപ്പോൾ ഇത്ര ക്വാളിറ്റിയുള്ള ഹെഡ്ലൈറ്റ് കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ അവിടെ പോയാൽ നമ്മൾ പരിചയപ്പെടുത്താണ് നമുക്ക് ഈ ഹെഡ്ലൈറ്റ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എപ്പോൾ പോയാലും സാധനങ്ങൾ കിട്ടും. കടകളുണ്ട്, ഷോപ്പുകളുണ്ടെങ്കിൽ അത് പരമാവധി നമ്മൾ മേടിച്ച് നമ്മൾ തന്നെ അതിൽ സെറ്റ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത്. ഓക്കെ, ഇത് തല പോണ കേസൊന്നും ഇല്ല. ഇത് വളരെ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഫീസുകളൊക്കെ മിസ്സിങ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫീസുകളും മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല. ഫീസുകളൊക്കെ ഞാൻ സെറ്റ് വയ്ക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് സക്സസ് ആണ്. എല്ലാം നമ്മൾ ചെയ്യണമെന്ന് വിശ്വാസത്തിൽ ചെയ്യുക. അപ്പോൾ എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരിക്കും, മാറും. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോകളൊക്കെ ഇനി ഒരുപാട് വരും. അതൊക്കെ കാണാൻ പരമാവധി ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ കാണാൻ ശ്രമിക്കുക. ഓക്കെ, പിന്നെ കാറുകളെ ജെനുവിൻ പാർട്സ് കിട്ടണമെങ്കിൽ നമുക്ക് ഞാൻ ഇതിൻ്റെ ഇടയിൽ നമ്പർ കൊടുക്കാം. ഒരു ജോമ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. അപ്പോൾ ആൾ ഷോപ്പാണ് 34 തൃശ്ശൂർ പട്ടാളത്തിൽ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം വരാന്ന് വെച്ചാൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ അല്ല മറ്റേ ഷോപ്പിൻ്റെ ആളുടെ നമ്പർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ജെനുവിൻ പാർട്സൊക്കെ കിട്ടും. അപ്പോൾ നല്ല പാർട്സുള്ള അധികം റേറ്റിലുണ്ട് കിട്ടുന്ന സാധനം കൂടിയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പരമാവധി അതിൽ കോൺടാക്ട് ചെയ്ത് വിളിച്ചോ. നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും കിട്ടും. ബൈക്കിൻ്റെ അല്ല, കാറിന് മാത്രമേ ഉള്ളൂ. ഓക്കെ, നമ്മൾ ബൈക്കിൻ്റെ വീഡിയോ അടുത്ത് ചെയ്യുന്നുണ്ട്. ബൈക്കിൻ്റെ പാർട്സ് കിട്ടുന്ന ഷോപ്പിൻ്റെ വീഡിയോ വരെ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ ബൈക്കിൻ്റെ കുറേ എക്സ്ട്രാ പാർട്സ് കിട്ടാത്ത പാർട്സ് വരെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് തൃശ്ശൂർ. ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാണണം കേട്ടോ. ഒക്കെ നമ്മുടെ വർക്ക് ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഞാൻ ഇത്തിരി സ്പീഡിലാക്കി ഇടുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ ടൈം ഒരുപാടായിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ്. വർക്ക് കഴിയാറായി. അപ്പോൾ ഇനി ഇത് ഹെഡ്ലൈറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയൊക്കെ ഏകദേശം 90% അപ്പോൾ പിന്നെ ഇതല്ല, നമ്മൾ ഈ ഫീസുകളൊക്കെ പോയി ചെക്ക് ചെയ്യണം. ഹെഡ്ലൈറ്റ് കത്തിയില്ലെങ്കിൽ ഉടനടി വയർ മാറ്റാൻ ശ്രമിക്കേണ്ട. ഫീസുകൾ മിസ്സിങ് ഉണ്ടെങ്കിൽ ഹെഡ്ലൈറ്റ് കത്താൻ സാധ്യത കുറവായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ലാസ്റ്റ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്. ഹായ്, ബൈ.